الحمد لله والصلاة والسلام على سيد المرسلين وآله وأصحابه أجمعين أما بعد. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അല്ലാഹു നമുക്കെല്ലാവർക്കും നിസ്കാരവും മറ്റ് ഇബാദത്തുകളും ദുആകളും ഒക്കെ അല്ലാഹു സ്വീകരിച്ച് വണ്ണമായ പ്രതിഫലം നൽകട്ടെ. തിരുദൂതരുടെ ജീവിതാവസാനത്തിൽ അവിടുന്ന് നിർവഹിച്ചിട്ടുള്ള അവസാനത്തെ ജമാഅത്ത് നിസ്കാരം അത് സുബഹി നിസ്കാരമായിരുന്നു. ആ സുബഹി നിസ്കാരത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു സഅദ് തങ്ങൾ മുഹമ്മദ് ബിൻ ഇബ്രാഹിം എന്നവരിലൂടെ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ മരീദുൻ, തന്റെ ദൂതർ അസുഖബാധിതനാണ്. ആ അവസ്ഥയിൽ അവിടുന്ന് പറഞ്ഞു, ലി അബീ ബക്രിൻ, അബൂബക്കർ സിദ്ദീഖ് എന്നവരോട് റളിയല്ലാഹു അൻഹു, സ്വല്ലി ബിന്നാസ്, അങ്ങ് ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ സിദ്ദീഖുൽ അക്ബർ നിസ്കരിക്കാൻ നിന്നു. ഫവജദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിഫ്ഫതൻ, അല്ലാഹുവിന്റെ ദൂതർക്ക് കുറച്ചൊരു ആശ്വാസം ഉണ്ടായി. ക്ഷീണത്തിൽ വീട്ടിലാണുള്ളത്, വീട് പള്ളിയുടെ അടുത്ത് തന്നെയാണ്, പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് വരാൻ വരെ ബുദ്ധിമുട്ടുള്ള രൂപത്തിൽ ക്ഷീണമായി. പക്ഷേ സിദ്ദീഖുൽ അക്ബറിനോട് നിസ്കരിക്കാൻ പറഞ്ഞു. അവിടുന്ന് നിസ്കാരവും തുടങ്ങി. ആ സമയത്ത് നബി തങ്ങൾക്ക് ഒരാശ്വാസം വന്നു. ആശ്വാസം വന്നത് കണ്ടപ്പോ ഫഖറജ അബൂബക്കർ യുസല്ലി ബിന്നാസ്, അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് എന്നൊരു നിസ്കാരം തുടങ്ങി. ഫലം യശ്ഉർ, സിദ്ദീഖുൽ അക്ബർ അറിഞ്ഞേയില്ല, ഹത്താ വളഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യദഹു ബൈന കത്തിഫൈഹി. അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തു? ഇവിടെ ജമാഅത്ത് തുടങ്ങിയിട്ടുണ്ട്, അവിടുന്ന് പോന്നു. ചെറിയൊരു ആശ്വാസം കിട്ടിയത് കണ്ടപ്പോൾ എഴുന്നേറ്റ് വന്നു. അത് സിദ്ദീഖുൽ അക്ബർ അറിയുന്നത് എപ്പോഴാണ്? നബിതങ്ങൾ വന്നിട്ട് സിദ്ദീഖ് തങ്ങളുടെ മുതുകിൽ, ഈ ചുമലിന്റെ ബാക്കിലുണ്ടല്ലോ, ഇതിന്റെ ഇടയിൽ ഇങ്ങനെ എന്ത് ചെയ്തു? കൈ വെച്ചു. നമ്മൾ സാധാരണ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ ബാക്കിൽ പോയിട്ട് അയാളെ തുടരുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു സിഗ്നൽ കൊടുക്കും, അയാൾ ഒന്ന് തൊടും, അല്ലേ? ഇതിന്റെ കുറച്ചൊരു നല്ല തൊടല്. തന്റെ കൈ എന്ത് ചെയ്തു? സിദ്ദീഖ് തങ്ങളുടെ ചുമലിൽ ബാക്കിൽ വെച്ചു. ആ സമയത്ത് അബൂബക്കർ എന്നവരെന്ത് ചെയ്തു? വയ്യോട്ട് പോകാൻ തുടങ്ങി. റസൂലുള്ളാഹി വന്നതെന്ന് അറിഞ്ഞു, കൈ വെച്ചപ്പോൾ അറിഞ്ഞു റസൂലുള്ളാഹി എത്തിയിട്ടുണ്ട്. അപ്പൊ സിദ്ദീഖുൽ അക്ബർ എന്ത് ചെയ്ത്? വേഗം ബേക്കോട്ട് പോയി. നമ്മളെ ഊഴം പോയല്ലോ, റസൂലുള്ളാഹി വന്നാൽ വേറൊരാൾ ഇമാമത്ത് നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ തന്നെ നിർത്തി. സിദ്ദീഖ് തങ്ങൾ അവിടെ തന്നെ നിന്നോളി, പുറകോട്ട് വരാൻ സമ്മതിച്ചില്ല, അങ്ങനെ തന്നെ നിർത്തി എന്നാ പറയുന്നത്. സിദ്ദീഖ് എന്നവരുടെ വലതുഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നു. എത്ര ബുദ്ധിമുട്ടുണ്ട്, ക്ഷീണമുണ്ടല്ലോ, ഇരുന്നു. അബൂബക്കറിൻ, അങ്ങനെ ആ ജമാഅത്തിന് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ തന്നെ നേതൃത്വം നൽകി. വസല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസലാത്തിഹി, സിദ്ദീഖ് തങ്ങളെ അനുകരിച്ചുകൊണ്ട് അവിടെ തുടർന്ന് സിദ്ദീഖിനെ തുടർന്നിട്ട് നബി തങ്ങളും നിസ്കരിച്ചു. ഫലമ്മൻ സറഫ, നിസ്കാരം കഴിഞ്ഞപ്പോ ഖാല, തിരുനബി പറഞ്ഞു, ലം യുഖ്ബദ് നബിയ്യുൻ ഖത്തു ഹത്താ യഉമ്മഹു റജുലുൻ മിൻ ഉമ്മത്തിഹി, എൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ ഏത് നബിമാർ മരിച്ചിട്ടുണ്ടോ അവരൊക്കെ മരിക്കുന്നതിന് മുമ്പ് വേറെ ഒരാളെ തുടർന്ന് മഅ്മൂമായി നിസ്കരിക്കാതെ മരിച്ചിട്ടില്ല. അതുകൊണ്ട് എൻ്റെ അതന്നെയാണ്. മരണത്തെ നേരത്തെ തിങ്കളാഴ്ച മരിക്കൂന്ന് പറഞ്ഞല്ലോ, അതിന്റെ പുറമെ അന്നത്തെ ദിവസം സുബഹിക്ക് വന്ന് ജമാഅത്തിൽ കൂടി സാധാരണ ഇമാമായി നിസ്കരിക്കാറുള്ള റസൂലുള്ളാഹി തങ്ങള് അന്നത്തെ സുബഹിക്ക് മഅ്മൂമായി നിസ്കരിച്ചിട്ട് പറഞ്ഞ്, എന്റെ മുമ്പ് കഴിഞ്ഞു പോയ നബിമാരാരും മരിച്ചുപോയോലും മരിക്കുന്നതിന് മുമ്പ് മഅ്മൂമാകാതെ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലാ നബിമാർക്കും ജീവിതാവസാന ഘട്ടത്തിൽ ഇങ്ങനെ അസുഖം ബാധിച്ചിട്ട് വേറൊരാളെ തുടർന്ന് നിസ്കരിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പാരമ്പര്യം തന്നെയാണ് എനിക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളും ബേജാറാകണ്ട, എനിക്കും ബേജാറ് വേണ്ട. അതാണ് എനിക്ക് താല്പര്യം.
നിങ്ങൾക്കും ബേജാർ, സിദ്ദീഖുൽ അക്ബറിനും ബേജാറുണ്ടാവും, ഞാൻ എങ്ങനെ റസൂലുള്ളാഹിക്ക് ഇമാമായി നിസ്കരിക്കാം. ആ ബേജാർ നിങ്ങൾക്കും വേണ്ട. എന്നാ വേറൊരാളെ മഅ്മൂമായി നിസ്കരിക്കുന്ന ബേജാർ അത് എനിക്ക് വേണം, എനിക്കും വേണ്ട. കാരണം എന്താ, കഴിഞ്ഞ നബിമാരൊക്കെ മരിച്ചുപോയവരുടെ ഒക്കെ ചരിത്രം ഇത് തന്നെയാണ് പറയുന്നത്. ഖാലൽ ബൈഹഖി, ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ബൈഹഖി പറയുന്നു, ഹാദിഹി സ്വലാഹ്, ഈ നിസ്കാരം, സ്വലാത്തു സുബ്ഹി യൗമൽ ഇത്നൈൻ വഹുവൽ യൗമുൽ ലദീ തുവഫിയ ഫീഹി, അല്ലാഹുവിന്റെ ദൂതർ വഫാത്തായ തിങ്കളാഴ്ച ദിവസത്തെ സുബ്ഹി നിസ്കാരമായിരുന്നു ഇത് എന്ന് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം ബൈഹഖിയും റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ അള്ളാഹിന്റെ റസൂല് വഫാത്താകുന്ന ദിവസത്തെ സുബ്ഹിക്ക് പോലും ജമാഅത്തിന് വന്നിരുന്നു. തീരെ ക്ഷീണമുണ്ടായിട്ട് വേറൊരാളെ പകരം നിസ്കരിക്കാൻ ഏൽപ്പിച്ചിട്ടും തനിക്ക് ആശ്വാസം ഉണ്ട് എന്ന് കണ്ടപ്പോൾ വീണ്ടും വന്നു. വന്നിട്ട് എവിടെ നിന്നത്? സിദ്ദീഖുൽ അക്ബറിന്റെ വലതുഭാഗത്താണ് വന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കുക, സിദ്ദീഖിന്റെ നേതൃത്വത്തിൽ വലിയൊരു ജമാഅത്ത് നടക്കുന്നു. അപ്പൊ പുറകിലൊക്കെ ഫുള്ള് സഫ് നിറയെ ആള്, എല്ലായിടത്തിലും ആള്. അള്ളാന്റെ റസൂല് വന്ന് എവിടെ വന്ന് നിന്നത്? സഫിലല്ല, നേരെ വന്നു സിദ്ദീഖുൽ അക്ബർ ഇമാമായി നിൽക്കുന്നതിന്റെ വലതുഭാഗത്ത്. അപ്പൊ നമ്മളെ ഇമാമിന്റെ വലതുഭാഗം ഒന്ന് സങ്കല്പിച്ചു നോക്കി, അവിടെ വന്നിരുന്നു. അതാണ് റസൂലുള്ളാഹിന്റെ സ്ഥാനവും. സഫിൽ നിൽക്കാൻ ബാക്കിയുള്ളവർക്കും വിഷമാവൂലേ? അള്ളാഹിന്റെ റസൂൽ അങ്ങനെ നമ്മുടെ നേരെയും നമ്മുടെ പുറകിൽ നിൽക്കേണ്ട ആളല്ല, എപ്പോഴും മുന്നിലേ നിൽക്കണം. അതാണ് അവിടെ കൊടുത്ത ബഹുമാനം. അപ്പൊ അതുകൊണ്ട് തന്നെ നബി തങ്ങൾ തന്റെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കണമല്ലോ സമൂഹത്തിന്. അവിടെ വന്ന് പഠിപ്പിച്ചു. ഇമാമിന്റെ വലതുഭാഗത്ത് വന്നു നിന്നു, വന്നിരുന്നു, ഇരുന്നിട്ടാണ് നിസ്കരിച്ചത്. അപ്പോ നിന്നിട്ട് നിസ്കരിക്കുന്ന ഇമാമിനെ ഇരുന്ന് നിസ്കരിക്കുന്ന മഅ്മൂമിന് തുടർന്ന് നിസ്കരിക്കാവോ എന്ന മസാല അതിൽ നിന്ന് വന്നു. നിസ്കരിക്കാം എന്ന് പറഞ്ഞു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഒരിക്കൽ ഇരുന്ന് നിസ്കരിച്ചു, ഇമാമായിട്ട് ഇരുന്ന് നിസ്കരിച്ചു, മാമൂമിങ്ങളൊക്കെ നിന്നിട്ട് നിസ്കരിച്ചു. അങ്ങനെ ഹദീസ് കാണാം. അതിന്റെ അർത്ഥം എന്താ? ഇമാമ് അസുഖം ബാധിച്ചിട്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വൈകല്യം മൂലമോ നിൽക്കാൻ കഴിയാതെ ഇരിക്കുന്ന ആളാണെങ്കിൽ ആ ഇരിക്കുന്ന ആളെ ഇമാമാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ബാക്കിൽ പുറകിലുള്ള ആളുകൾക്ക് മാമൂമിങ്ങൾക്കൊക്കെ നിന്നിട്ട് നിസ്കരിക്കാം. ഇപ്പൊ ചില പ്രായമുള്ള ഉസ്താദുമാരെയൊക്കെ ചിലപ്പോൾ പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി നിസ്കരിക്കാൻ കൊണ്ടുവരും. അങ്ങനെ അവർക്ക് നിൽക്കാൻ കഴിയില്ല, അവർ ചിലപ്പോൾ ഇരുന്നിട്ടായിരിക്കും നിസ്കരിക്കുക. ഉദ്ഘാടനത്തിന് ഇരുന്ന് നിസ്കരിക്കും. ബാക്കി മാമൂമിങ്ങളോ പോലെ നിൽക്കും. അപ്പൊ ഇരുന്ന് നിസ്കരിക്കുന്ന ഇമാമിനെ നിന്ന് നിസ്കരിക്കുന്ന മാമൂമുകൾ തുടരുന്നതും അതും സ്വാഭാവികവും സാധാരണയുമാണ്. അതിനൊരു കുഴപ്പമില്ല. മറ്റൊന്ന്, ഒരു ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്ന ഒരാൾ ഒറ്റക്കൊരാൾ നിൽക്കുകയാണെങ്കിൽ എവിടെ നിൽക്കണം? ആ ഇമാമിന്റെ വലതുഭാഗത്ത് നിൽക്കണം. ഇമാമിന്റെ കാൽപാദത്തിന്റെ തൊട്ടായി പുറകിലായി നിൽക്കണം. ഓവർടേക്ക് ചെയ്യരുത്. സമാസമം ഇമാമോ മാമൂമോ ഒരേ പൊസിഷനിൽ നൃത്തം വരിക എന്നുള്ളതും ശരിയല്ല. ഇമാമിനെക്കാളും കുറച്ച് താഴട്ട് പുറകിലേക്കായി മാമൂമോ നിൽക്കുകയോ ഇരിക്കുകയോ ഒക്കെ വേണം. അങ്ങനെയാണ് ആ നിസ്കാരം നിർവഹിക്കേണ്ടത്. ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബഹി നിസ്കരിച്ചു. അപ്പൊ അവസാനത്തെ ദിവസം സുബഹി നിസ്കരിച്ചു. എന്നിട്ട് പോയി പിന്നെയും കിടന്നു, ക്ഷീണം കലശലായി. അങ്ങനെ ളുഹർ കഴിഞ്ഞിട്ടാണ് ആര് വഫാത്താകുന്നത്? തിങ്കളാഴ്ച ദിവസത്തെ ളുഹർ കഴിഞ്ഞ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുകയും ചെയ്തു. അത്രത്തോളം ഉമ്മത്തിനോടും ജമാഅത്തിനോടും അത്രയും കടപ്പാടും പ്രതിബദ്ധതയും പുലർത്തി ജീവിച്ച വ്യക്തിത്വമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതെല്ലാം നമുക്ക് മാതൃകയാവുകയും നിസ്കാരത്തിന്റെ കാര്യത്തിലും ജമാഅത്തിന് പള്ളിയിൽ പോയി പങ്കെടുക്കുന്ന കാര്യത്തിലൊക്കെ നമുക്ക് നല്ല ശ്രദ്ധയും താല്പര്യവും ഉണ്ടാവണം. അതുകൂടി കാരണമായിട്ട് അതിനുകൂടി ഒരു മോട്ടിവേഷൻ ആകുന്ന ഒരു സംഭവം കൂടിയാണ് മുത്തുനബിയുടെ ഈ സുബഹി നിസ്കാരം എന്നുകൂടി ഉണർത്തുന്നത്. അല്ലാഹു തആല കൃത്യമായി നിസ്കരിക്കുന്ന നല്ലവരായ മുഅ്മിനീങ്ങളായി അല്ലാഹു നമ്മളെ നിലനിർത്തി തരട്ടെ. അല്ലാഹു തആല അവന്റെ പൊരുത്തത്തിനായി നമുക്ക് ആരോഗ്യവും അഫിയത്തും സലാമത്തും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. രോഗമുക്തമായ ദാരിദ്ര്യമുക്തമായ സന്തോഷപൂർണമായ ജീവിതം അല്ലാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും എല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.